ശ്രീയോ അബ്ദുള്ള, അതിന് മറുപടി ഇവിടെ താങ്കൾ ഉന്നയിച്ച ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി തന്നെ ശ്രീ ശങ്കുറ്റി ദാസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ വഖഫ് ബോർഡ് ആക്ടിലുള്ള ദുരുപയോഗങ്ങളെയാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. അതിനെ എന്തിനാണ് എടുക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞു ട്രൈബ്യൂണലാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. അതിനൊരു അപ്പീൽ പ്രൊവിഷൻ പോലും അനുവദിക്കാത്ത വിധം ഭേദഗതിയെ എതിർക്കുന്നത് എന്തിനാണ് എന്നുള്ള സാമാന്യ ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനൊന്നും ഉയരില്ല. നിങ്ങൾ ഉയർത്തുക മീഡിയകള്, അങ്ങനത്തെ പ്രശ്നമില്ല. ഇദ്ദേഹത്തിന് വാൽമ ഞാൻ ചവിട്ടിപ്പോയ മാതിരിയുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഇത്ര കൂടി ആവേശത്തോടുകൂടി ഇങ്ങനെ പറയുന്ന കാര്യം എന്താ ഉണ്ടായത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. കൃഷ്ണൻ സിംഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൃഷ്ണന് വാലുണ്ട് എന്നാ, സിംഹത്തിന് വാലുണ്ട്, അതുകൊണ്ട് കൃഷ്ണന് വാലുണ്ട് എന്നതിന്റെ അർത്ഥം ശൗര്യത്തിൽ കൃഷ്ണനും സിംഹവും ഒരുപോലെ എന്നാ. അതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അത് ഇങ്ങനെയൊക്കെ കൂടി ചൂടാണ്ട് കാര്യം എന്താ? ഇവിടെ പ്രശ്നം എന്താ? വഖഫ് എന്ന് പറയുന്നത് മതപരമായ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആരാധനയാണ്. ആരാധന എന്ന് പറയുന്നത് വെറും ദൈവത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കൽ മാത്രമല്ല. ഇസ്ലാമില് നോമ്പ് എടുക്കൽ ആരാധനയാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോലെ ആരാധനയാണ്. അതുപോലത്തെ ഒന്നാണ് ഈ സ്വത്ത് പള്ളിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ പൊതു കാര്യങ്ങൾക്കോ വേണ്ടി ദാനം നൽകുക എന്നുള്ളത്. അത് തിരിച്ചെടുക്കാൻ പാടില്ല. അത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി കുറെ വ്യവസ്ഥകളുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് സതുദ്ദേശത്തോടു കൂടി ആയിരിക്കണം. അങ്ങനത്തെ ആളുകൾ അത് സ്വീകരിക്കുക. അതിന്റെ ആധാരം എന്ന് പറയുന്നത് അതിനുണ്ടാവും. നേരത്തെ ഇയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും നമ്മൾ ഒപ്പം വെക്കുക, ആർക്കും എന്തും ചെയ്യുക, അങ്ങനൊന്നല്ല. അതിന്റെ ആധാരം, അടിയാധാരം മറ്റുണ്ടാവും. അത് ആ വ്യവസ്ഥകളോട് കൂടി മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നീട് ഉദാഹരണമായിട്ട് പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം ആരാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കുടുംബത്തിലെ മൂത്ത ആള് ഖുർആൻ പാരായണം ചെയ്യണം. ശേഷം അദ്ദേഹത്തിന്റെ മകൻ കാലങ്ങളായിട്ട് അതങ്ങനെ തുടർന്ന് പോരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ ഒരു ഇബാദത്ത്, ഒരു ആരാധന, ഇതിനകത്ത് അന്യ സമുദായക്കാർ വരുന്നുണ്ടെങ്കിൽ അതുപോലെ അത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പള്ളിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് പറയേണ്ടി വരും. അങ്ങനെ നൽകുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ല. പക്ഷേ ഖുർആൻ ഓതാൻ കഴിയില്ല, കൈകാറ്റം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മതപരമായ കാര്യങ്ങൾ കൈകടത്തുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാതെ ഇപ്പൊ ഈ ഹിന്ദുത്വ അവരുടെ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വഖഫ് ഭൂമിയിൽ കടന്നു പിടിച്ചിരിക്കുകയാണ്. ആ കടന്നു പിടിക്കുമ്പോൾ ബന്ധപ്പെട്ട സമുദായം തീർച്ചയായും അതിനെ ചെറുക്കും. ഒരു സംശയം വേണ്ട, അതുകൊണ്ട് നടപ്പാക്കാൻ അറിയിക്കില്ല. ബാക്കിയുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, കാരണം മറുപടി അറിയിക്കുന്നില്ല. അതിന്റെ നല്ല വശങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണോ? എന്തായാലും നല്ല വശങ്ങൾ നിങ്ങൾ പറയാം. ട്രൈബ്യൂണലിന് ഒരു അപ്പീൽ പ്രൊവിഷൻ പോകുന്നതിന് പോലും നടപ്പാക്കാത്ത വിധം ട്രൈബ്യൂണൽ തന്നെ അന്തിമമായി തീരുമാനിക്കും എന്നുള്ള വസ്തുത. അതുമാത്രമല്ല, വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവൻ കുടിയേറ്റക്കാരനാണ്, കയ്യേറ്റക്കാരനാണ് എന്ന്. ഉടൻ തന്നെ അയാൾക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇതൊക്കെ അതിന്റെ ദുരുപയോഗങ്ങൾ തന്നെയല്ലേ? അല്ല, അത്തരം ദുരുപയോഗങ്ങളൊക്കെ അടക്കണം, അതെല്ലാം പരിഷ്കരിക്കണം. അതിലൊരു പരിഷ്കരണം പാടില്ല എന്നും ആരും പറയുന്നില്ല. അതെ, അതിനാണല്ലോ ഭേദഗതി ബില്ല് നിലവിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഭേദഗതി ബില്ലിനെ തന്നെ അപ്പാടെ എതിർക്കുകയല്ലേ? ഇല്ല, അപ്പാടെ എതിർക്കുന്നില്ല. അതിനകത്ത് 40ാമത്തെ സെക്ഷനെയാണ് കാര്യമായി എതിർക്കുന്നത്. അതല്ലാതെ എല്ലാവരും അപ്പാടെ എതിർക്കുന്നില്ല. നിലവിൽ അപ്പോൾ അതിലെ നല്ല മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് ശ്രീയോ അബ്ദുള്ള ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും നല്ല മാറ്റങ്ങളെ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനുള്ള വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തണം. അതിന്റെ വളർച്ചയ്ക്ക് ഈ വഖഫ് സ്വത്തുകൾ ഒരുപാട് അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ എന്ത് നടപടികളാണോ സ്വീകരിക്കാൻ കഴിയുക അത് സ്വീകരിക്കണം. അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണോ അത് ചെയ്യണം. അത് ദുരുപയോഗപ്പെടുത്താൻ അനുവദിക്കരുത്. അതിന് വിശ്വാസമുള്ള, മതത്തിൽ ദൈവത്തിൽ ഭയമുള്ള, ഇതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ഒരു മണ്ണ് ചെരുപ്പിന്റെ അടിയിൽ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് തന്നെ തട്ടാൻ മാത്രം ദൈവബോധമുള്ള ആൾക്കാരായിരിക്കും അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇത്രത്തോളം സൂക്ഷ്മതയുള്ള ആൾക്കാരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്രയോ ഭൂമികൾ ഇപ്പോൾ ഇവിടെ കണ്ണായ സ്ഥലത്ത് സുരക്ഷിതമായി നിലനിൽക്കുന്ന ഭൂമി ആയതുകൊണ്ടാണ്. നിങ്ങളെ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഒന്നാന്തരം ഭൂമി അങ്ങനെ കിടക്കുന്നത്. അതൊക്കെ ഈ ഇതിന്റെ ആദായം, അതുകൊണ്ടാണ് റവന്യൂ ആദായം, കണ്ണായ ഭൂമിയിലുള്ള റവന്യൂ ആദായവും
കൂട്ടിച്ചേർക്കേണ്ടതല്ലേ? അതായത് അതിനൊരു കമ്മിറ്റി ഉണ്ടാവും. പള്ളിയാണ് ഇത് നിയന്ത്രിക്കുക. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടുത്തെ കശുവണ്ടി ലേലം ചെയ്യും. അല്ലെങ്കിൽ അതുപോലത്തെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചക്ക മാങ്ങ എന്തുണ്ടെങ്കിലും ലേലം ചെയ്യും. നല്ല വിലക്ക് വിറ്റു. ഒരു കോഴിമുട്ടൊക്കെ 250 ഉറുപ്പ്യൊക്കെ ലേലം ചെയ്യുന്നുണ്ട് പള്ളിയിൽ. ഒരു കോഴിമുട്ടയ്ക്ക് 250 ഉറുപ്പ്യ. ചിന്തിക്കാൻ കഴിയും. അതൊക്കെയാണ് പള്ളികൾ വരുമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്.